ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ബ്രെഡ് പിസ്സ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. ഓവനൊന്നും ഉപയോഗിക്കാതെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളൊരു പാനിൽ വെച്ചിട്ട് എങ്ങനെയാണ് വളരെ പെട്ടെന്നൊരു ചിക്കൻ ബ്രെഡ് പിസ്സ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. ഞാനിവിടെ കുറച്ച് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ റെഡ്, ഗ്രീന്, ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ ഒരു 5 ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ ബോൺലെസ് പീസസ്, കുറച്ച് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത്. പിന്നെ വേണ്ടത് മൊസറല്ല ചീസാണ്. അതൊരു 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചീസ് സ്ലൈസ് ആണ്. ഞാനിവിടെ ഒരു 3 ചീസ് സ്ലൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഒലീവ് ഓയിൽ വേണം. അതുപോലെ ഇറ്റാലിയൻ സീസണിങ് വേണം. ഞാനിവിടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്, അതായത് ഒറിഗാനോ, ബേസിൽസ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ഒറിഗാനോ മാത്രമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് പിസ്സ സോസാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പിസ്സ സോസാണ്. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൊമാറ്റോ കെച്ചപ്പ് മാത്രമായിട്ടും ചേർത്തിയാൽ മതി. ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് സ്ലൈസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ടൈം ടോസ്റ്റ് ചെയ്യരുത്. നമ്മളിനി ഇത് പിസ്സ റെഡിയാക്കുന്ന സമയത്ത് വീണ്ടും ഫ്ലെയിമിൽ വെക്കും, അപ്പോൾ അത് ഹാർഡാവും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസസും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും താഴെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ടൊമാറ്റോ ഒക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുട്ടികൾ ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടപ്പെടുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ, ബേസിൽസ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസിന് മുകളിലായിട്ട് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമായിട്ട് ചേർത്തിയാലും മതി. ഇത് കുറച്ച് സ്പൈസ് ഉള്ളതാണ്, അപ്പോൾ എരിവൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് മാത്രമായിട്ടും ചേർത്തിയാൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചീസിൻ്റെ സ്ലൈസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ചിക്കൻ ഒന്നും കറക്റ്റ് ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസിലും റെഡിയാക്കിയിട്ട് എടുക്കാം. ആദ്യം പിസ്സ സോസ് അപ്ലൈ ചെയ്യുക. അതിൻ്റെ ടോപ്പിലായിട്ട് ചീസിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തിട്ട് വെക്കാം. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഏറ്റവും ടോപ്പിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ എടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിൽ വെച്ച് കൊടുക്കാം. കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം നമുക്ക് 2 ബ്രെഡ് പിസ്സ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ 1 മാത്രം വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാടൊന്നും ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യരുത്, വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. നമുക്കൊരു മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ബ്രെഡ് ഒരുപാട് ടോസ്റ്റ് ആയിട്ട് ഹാർഡാവാൻ പാടില്ല. അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഒരു ഗ്ലാസ് ലിഡ് കൊണ്ട് ഇതിനെ കവർ ചെയ്ത് വെക്കാം. കറക്റ്റായിട്ടുള്ളൊരു ഈ ഒരു പാനിന് കറക്റ്റായിട്ടുള്ള ലിഡ് തന്നെ എടുക്കാം. ഒരു ഗ്ലാസ് ലിഡ് ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ചീസ് മെൽറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡ് പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബ്രെഡ് പിസയാണിത്. മാത്രമല്ല ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ചിക്കനൊക്കെ ചേർത്തിട്ട് ബ്രെഡിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഞാൻ പറഞ്ഞ പോലെ എരിവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്തിട്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ മുമ്പേ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ ബ്രെഡ് പിസ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.